നമസ്കാരം. ദില്ലിയിലെ ചരിത്രപ്രസിദ്ധമായ ജന്തർ മന്ദിറിൽ നീറ്റ് പരീക്ഷാ അട്ടിമറികൾക്കെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പേരിൽ ആരംഭിച്ച കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇന്ന് രാജ്യമെമ്പാടും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ജനശ്രദ്ധ ആകർഷിക്കുന്നതിനായി സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ ഓൺലൈൻ ആപ്പുകൾ വഴി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്ഷണവും മരുന്നുകളും എത്തിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കപ്പെടുന്നുമുണ്ട്. കേൾക്കുമ്പോൾ പൊതുജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ പോകുന്ന ഒരു നന്മമര കഥയായി ഇത് തോന്നാമെങ്കിലും ഈ സമരത്തിൻ്റെ മറവിൽ നടക്കുന്നത് തികച്ചും ആശങ്കാജനകവും രാജ്യ തലസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയെ തന്നെ തകിടം മറിക്കുന്നതുമായ സംഭവ വിക്രിയകളാണ് എന്ന യാഥാർത്ഥ്യം മൂടിവയ്ക്കാൻ സാധിക്കില്ല. പാർലമെന്റിലേക്ക് നടത്തിയ സൻസദ് ചലോ മാർച്ചിൻ്റെ പേരിൽ അരങ്ങേറിയ വൻ അക്രമ സംഭവങ്ങളും ക്രമസമാധാന ലംഘനങ്ങളും പോലീസിനെതിരെ നടന്ന കല്ലേറുകളും കേവലം വിദ്യാർത്ഥി രോഷത്തിൻ്റെ മാത്രം പ്രതിഫലനമല്ല. സമാധാനപരമായ പ്രതിഷേധമെന്ന് പുറമെ അവകാശപ്പെടുമ്പോഴും ജന്തർ മന്ദിറിലെ സമരപ്പന്തലിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള മാരകായുധങ്ങളും കല്ലുകളും മുൻകൂട്ടി ശേഖരിച്ചു വച്ചിരുന്നു എന്ന പോലീസിൻ്റെ കണ്ടെത്തൽ ഈ സംഭവത്തെ കൂടുതൽ ഗൗരവകരമാക്കുന്നു. ജനങ്ങൾ അയച്ചു കൊടുക്കുന്ന ഭക്ഷണപ്പൊതികളുടെയും വിതരണം ചെയ്യുന്ന മരുന്ന് സ്റ്റാളുകളുടെയും പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് മാരകമായ ആയുധങ്ങളും അക്രമത്തിനായുള്ള വസ്തുക്കളും സമരസ്ഥലത്തേക്ക് എത്തിക്കുകയും ഒളിപ്പിച്ച് വയ്ക്കുകയും ചെയ്തു എന്നത് വിരൽ ചൂണ്ടുന്നത് വലിയൊരു ഗൂഢാലോചനയിലേക്കാണ്. ഓൺലൈൻ ഡെലിവറികളുടെയും സ്നേഹപ്രകടനങ്ങളുടെയും മറവിൽ നടക്കുന്ന ഈ ആസൂത്രിത നീക്കങ്ങൾ സാധാരണക്കാരായ ഡെലിവറി പങ്കാളികളെ പോലും അപകടത്തിലാക്കുന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ഒരിടത്ത് യാതൊരുവിധ പരിശോധനയും ഇല്ലാതെ ഭക്ഷണ സാമഗ്രികളും മറ്റു വസ്തുക്കളും പ്രവേശിക്കുന്നത് സുരക്ഷാസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പഴുതുകൾ മുതലെടുത്താണ് അക്രമകാരികൾ ആയുധങ്ങൾ സംഘടിപ്പിച്ചതും പോലീസിനും പൊതുമുതലുകൾക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടതും. അഹിംസയുടെയും ജനാധിപത്യപരമായ പ്രതിഷേധത്തിൻ്റെയും പേര് പറഞ്ഞ് ജനശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുമ്പോഴും ജന്തർ മന്ദിറിലെ സമരപ്പന്തൽ ഇന്ന് ആസൂത്രിത ആക്രമണങ്ങളുടെയും കലാപശ്രമങ്ങളുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞു എന്ന പോലീസ് കണ്ടെത്തലുകൾ ജനങ്ങൾ തിരിച്ചറിയണം. സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തിയപ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം സ്വീകരിക്കാനുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു നാൾ ആയിരക്കണക്കിന് ഭക്ഷണപ്പൊതികളും പണവും ആയിരക്കണക്കിന് ആളുകളും സമരപ്പന്തലിലേക്ക് ഒഴുകിയെത്തിയതിന് പിന്നിൽ വൻകിട ഗൂഢാലോചനയും അജ്ഞാത സാമ്പത്തിക ഉറവിടങ്ങളും ഉണ്ട് എന്ന സംശയം ജനിപ്പിക്കുന്നു. യാതൊരുവിധ മുൻപരിചയമോ വ്യക്തമായ രാഷ്ട്രീയ സിദ്ധാന്തമോ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ചുറ്റും ഇത്തരമൊരു വൻ സാമ്രാജ്യം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കെട്ടിപ്പൊക്കിയത് അത്ര നിഷ്കളങ്കമൊന്നുമല്ലെന്ന് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാം. ഏറ്റവും ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഡിജിറ്റൽ ആപ്പുകൾ വഴി എത്തുന്ന അനിയന്ത്രിതമായ പാഴ്സലുകളാണ്. മുംബൈയിൽ നിന്നോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റ് വിദൂര കോണുകളിൽ നിന്നോ ആരൊക്കെയോ ഓർഡർ ചെയ്ത് അയക്കുന്നു എന്ന പേരിൽ നിരത്തി വച്ചിരിക്കുന്ന ഈ പാഴ്സലുകളിൽ കേവലം ഭക്ഷണവും മരുന്നും മാത്രമാണോ ഉള്ളതെന്ന് ഉറപ്പുവരുത്താൻ പോലീസിനോ സുരക്ഷാ ഏജൻസികൾക്കോ സാധ്യമല്ല. ഇത്തരം ആപ്പുകളുടെ പഴുതുകൾ മുതലെടുത്ത് സ്ഫോടക വസ്തുക്കളോ മാരകായുധങ്ങളോ വിഷവസ്തുക്കളോ ദില്ലിയുടെ ഹൃദയഭാഗത്തേക്ക് കടത്താൻ അക്രമകാരികൾക്ക് വളരെ എളുപ്പമാണ്. പോലീസിനെ ആക്രമിക്കാനും ക്രമസമാധാനം തകർക്കാനും ഉപയോഗിച്ച കല്ലുകളും മറ്റ് സാമഗ്രികളും ഇത്തരം അനിയന്ത്രിതമായ ഡെലിവറികളുടെ മറവിലാണോ സമരസ്ഥലത്തേക്ക് എത്തിയത് എന്ന ചോദ്യം ഇപ്പോൾ അതീവ ഗൗരവത്തോടെ ഉയർന്നു വരികയാണ്. വ്യക്തമായ രാഷ്ട്രീയ അടിത്തറയോ ചരിത്രപരമായ പോരാട്ട പാരമ്പര്യമോ ഇല്ലാത്ത ഒരു നേതാവിന് പെട്ടെന്ന് കോടിക്കണക്കിന് ഫോളോവേഴ്സിനെയും കോടിക്കണക്കിന് രൂപയുടെ വിഭവങ്ങളും ലഭ്യമാകുന്നത് ജനാധിപത്യപരമായ പിന്തുണയല്ല, മറിച്ച് ഇന്ത്യയിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നിഴൽ ശക്തികളുടെ വിദേശ സാമ്പത്തിക സഹായത്തിൻ്റെ ഫലമാകാനാണ് സാധ്യത. രാജ്യത്തിൻ്റെ ഭരണനിർവഹണ കേന്ദ്രങ്ങൾക്ക് തൊട്ടടുത്ത് യാതൊരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെ ആയിരക്കണക്കിന് ഭക്ഷണപ്പൊതികളും സാധനങ്ങളും വന്നു വീഴുമ്പോൾ അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയൊരു പഴുതായി മാറുകയല്ലേ? സമാധാനപരമായ പ്രതിഷേധത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നും വരുന്ന പണവും സാമഗ്രികളും ഉപയോഗിച്ച് ഭരണകൂടത്തിനെതിരെ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഈ CJP നീക്കം വലിയൊരു സുരക്ഷാ ദുരന്തത്തിലേക്കുള്ള പോക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
കേവലം സോഷ്യൽ മീഡിയയിലെ തമാശകളിൽ നിന്നും രൂപപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയ്ക്ക് ഇത്ര പെട്ടെന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാനും അതിർവരമ്പുകളില്ലാതെ വിഭവങ്ങൾ ശേഖരിക്കാനും കഴിഞ്ഞതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ഏതൊക്കെയാണ് എന്നത് അതീവ ഗൗരവമുള്ള ചോദ്യമാണ്. പ്രക്ഷോഭത്തിൻ്റെ സംഘാടന രീതികളും സാമ്പത്തിക ഒഴുക്കും പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ ലക്ഷ്യമിടുന്ന വിദേശ സന്നദ്ധ സംഘടനകളുടെയോ നിഴൽ ഏജൻസികളുടെയോ ആസൂത്രിത കരങ്ങളുണ്ട് എന്നത് വ്യക്തമല്ലേ? CJP സ്ഥാപകനായ അഭിജിത് ദീപ്കയുടെ വിദേശ പശ്ചാത്തലം തന്നെയാണ് ഇത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും. അമേരിക്കയിൽ ഒരു പ്രമുഖ സർവകലാശാലയിൽ നിന്നും പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ വ്യക്തിയാണ് ഇയാൾ. വിദേശ രാജ്യങ്ങളിൽ ജനവികാരം എങ്ങനെ അട്ടിമറിക്കാമെന്നും അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ വഴി കൃത്രിമ തരംഗം എങ്ങനെ സൃഷ്ടിക്കാമെന്നും പഠിച്ച ഒരു വ്യക്തി അതിനുശേഷമാണ് രാജ്യത്തേക്ക് മടങ്ങിയെത്തി ഇത്തരമൊരു സംരംഭത്തിന് തുടക്കമിടുന്നത്. ആദ്യഘട്ടങ്ങളിൽ പിന്തുണയ്ക്കാൻ ചുരുക്കം ചില ആളുകൾ മാത്രം ഉണ്ടായ അവസ്ഥയിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പോലീസിന് നേരെ കല്ലെറിയാൻ തക്കവണ്ണം അക്രമാസക്തരായ വൻ ജനക്കൂട്ടത്തെ ജന്തർ മന്ദറിലേക്ക് ഇഴച്ചു കയറ്റാൻ കഴിഞ്ഞത് സാധാരണ ജനാധിപത്യ മുന്നേറ്റം ആണെന്ന് പറയാൻ കഴിയില്ല. വിദേശങ്ങളിൽ നിന്ന് ലഭിച്ച അത്യാധുനിക ടൂളുകളും സാമ്പത്തിക സഹായവും ഡിജിറ്റൽ ക്യാമ്പയിൻ പിന്തുണയും ഇല്ലാതെ ഇത് അസാധ്യമാണ്. സമീപകാലത്ത് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലും നേപ്പാളിലും അരങ്ങേറിയ ജെൻസി വംശീയ വിദ്യാർത്ഥി കലാപങ്ങളുടെ അതേ കൃത്യമായ മാതൃക തന്നെയാണ് ദില്ലിയിലും നടപ്പിലാക്കാൻ CJP ശ്രമിച്ചത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. രാജ്യത്തെ യുവാക്കളുടെ തൊഴിലില്ലായ്മയും പരീക്ഷാ വീഴ്ചകളും ആയുധമാക്കി അവരുടെ രോഷത്തെ ജനാധിപത്യ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടുക, അരാജകത്വം സൃഷ്ടിക്കുക, സൺസദ് ചലോ പോലെ അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഇരച്ചു കയറി ചോരപ്പുഴ ഒഴുക്കുക എന്നിവയെല്ലാം വിദേശ കളർ റെവല്യൂഷൻ തന്ത്രങ്ങളുടെ ഭാഗമാണ്. ജനാധിപത്യ ക്രമം തകർത്ത് രാജ്യത്ത് അസ്ഥിരത വിതയ്ക്കാനും ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഇല്ലാതാക്കാനും ആഗ്രഹിക്കുന്ന പാശ്ചാത്യ അയൽരാജ്യ ശക്തികൾ ഈ കലാപശ്രമങ്ങൾക്ക് പിന്നിൽ കളം നിറഞ്ഞ് കളിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മൂടിവെക്കാൻ സാധിക്കില്ല. പരിശോധനകളില്ലാതെ എത്തുന്ന നൂറുകണക്കിന് പാഴ്സലുകളും ഭക്ഷണപ്പൊതികളും പണവും സമരപ്പന്തലിലേക്ക് എത്തുമ്പോൾ അത് കേവലം ഒരു ആൾക്കൂട്ട സ്നേഹം എന്ന പേരിൽ മാറ്റിവെക്കാനൊന്നും പറ്റില്ല. മറിച്ച് സുരക്ഷാ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് മാരക വസ്തുക്കളും ആയുധങ്ങളും സമരസ്ഥലത്തേക്ക് എത്തിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന മാത്രമാണ്. അരാജകത്വത്തിന് വൻതോതിൽ പണമൊടുക്കി യുവതലമുറയെ വഴിതെറ്റിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ കലാപത്തിലൂടെ നേടാനും ശ്രമിക്കുന്ന ഇത്തരം സംഘടനകൾക്ക് പിന്നിലെ വിദേശ ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും സമഗ്രമായി അന്വേഷിക്കേണ്ടതും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം നീക്കങ്ങളെ അടിയന്തരമായി അടിച്ചമർത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.